ഹെയ്ത്തിയുടെ തലസ്ഥാനമായ പോർട്ട് ഓ പ്രിൻസിൽ ക്രിമിനൽ സംഘങ്ങൾ അഴിച്ചുവിട്ട ഉപരോധവും ആക്രമണവും മൂലം കാമിലാസ് വൈദികർ സാൻ കാമിലോ ആശുപത്രിയിൽ കുടുങ്ങി. വത്തിക്കാൻ ഏജൻസിയായ ഫിഡേസിന് നൽകിയ പ്രസ്താവനയിൽ എർവാൻ എന്ന കമീലിയൻ പുരോഹിതൻ സ്ഥിതിഗതികൾ വളരെ ഗുരുതരമാണെന്നും ഈ സൗകര്യത്തിൽ ചികിത്സിക്കുന്ന ആളുകളുടെയും വിശ്വാസികളുടെയും സുരക്ഷ അപകടത്തിലാണെന്നും വെളിപ്പെടുത്തി. ഗുണ്ടാ സംഘങ്ങൾ അനുദിനം കൂടുതൽ സായുധരും ക്രൂരരുമായി മാറുകയാണ്. അവർ ഞങ്ങളെ ആക്രമിക്കില്ലെന്ന് പ്രതീക്ഷിച്ച് ആശുപത്രിക്കുള്ളിൽ കഴിയുന്നു. വികലാംഗരായ കുട്ടികൾ, രോഗികളായ കുട്ടികൾ, ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചവരുടെ ബന്ധുക്കൾ, മെഡിക്കൽ നഴ്സിംഗ് സ്റ്റാഫ് എന്നിവർക്കായി ഭക്ഷണമോ മരുന്നോ വാങ്ങാൻ പുറത്തേക്ക് പോകാനാവാത്ത സാഹചര്യമാണെന്നും അദ്ദേഹം പറഞ്ഞു. മധ്യപ്രദേശിലെ ഇൻഡോർ കത്തോലിക്ക രൂപതയുടെ ബിഷപ്പായി മാർ തോമസ് മാത്യു കുറ്റിമാക്കൽ അഭിഷിക്തനായി. മാർ ചാക്കോ തോട്ടുമാരിക്കൽ വിരമിച്ച ഒഴിവിലാണിത്. എറണാകുളം കല്ലൂർക്കാട് സ്വദേശിയാണ്. ഇൻഡോർ സെൻറ്റ് പോൾസ് ഹൈസ്കൂൾ ഗ്രൗണ്ടിൽ നടന്ന സ്ഥാനാരോഹണ ചടങ്ങിൽ മാർ ചാക്കോ തോട്ടുമാരിക്കൽ, ആർച്ച് ബിഷപ്പ് ലിയോ കൊർണേലിയോ, ഭോപ്പാൽ ആർച്ച് ബിഷപ്പ് ഡോക്ടർ AAS ദൊരരാജ് തുടങ്ങിയവർ കാർമ്മികത്വം വഹിച്ചു. ചൈനയിൽ ക്രൈസ്തവ വിശ്വാസത്തിന്റെ പേരിൽ ജയിലിൽ ശിക്ഷ അനുഭവിക്കുന്ന മകന് നീതിയുക്തമായ വിചാരണ നൽകണമെന്ന ആവശ്യവുമായി പിതാവിന്റെ പോരാട്ടം. വഞ്ചന കുറ്റം ചുമത്തപ്പെട്ട് അഴിക്കുള്ളിൽ കഴിയുന്ന കാവോ ജിൻ എന്ന തന്റെ മകന് ക്രൈസ്തവ വിശ്വാസത്തിന്റെ പേരിലാണ് വിചാരണ നേരിടേണ്ടി വരുന്നതെന്ന് പിതാവ് കാവോ ബിൻറിക് വെളിപ്പെടുത്തി. അധികൃതരോട് നീതിയുക്തമായ വിചാരണ നടപടി ആവശ്യപ്പെട്ടുകൊണ്ടുള്ള വീഡിയോ അദ്ദേഹം സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്തു. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയോട് അനുഭാവം പുലർത്താത്ത ക്രിസ്ത്യൻ സമൂഹങ്ങളെ സാധാരണയായി ഇത്തരത്തിലുള്ള കുറ്റം ചുമത്തിയാണ് അധികൃതർ ഉപദ്രവിക്കുന്നത്. മകന്റെ തിരിച്ചുവരവിനു വേണ്ടി പ്രാർത്ഥനയിൽ ആശ്രയിച്ചുള്ള നിയമ പോരാട്ടത്തിലാണ് ഈ ക്രിസ്ത്യൻ കുടുംബം. സത്യസഭയെ അനുദിനം അറിയുവാൻ, സഭയെ സ്നേഹിക്കാൻ സൺഡേ ശാലോം യൂട്യൂബ് ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക.